ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഈ കാണുന്ന മൾട്ടിമീറ്ററുകൾ. ഈ മൾട്ടിമീറ്ററുകളിൽ പല തരത്തിലുള്ള മോഡലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്തമായ മോഡലുകളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഇത്തരം മീറ്ററുകളെല്ലാം ഒരു 700 രൂപ 600 രൂപയുടെയൊക്കെ ഉള്ളിൽ വരുന്ന മീറ്ററുകളാണ്. ഈ മീറ്ററുകൾ എല്ലാത്തിലും കാണുന്നത് ഇത്തരത്തിൽ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുള്ളതാണ്. ഇപ്പൊ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനാണെങ്കിൽ 20K ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ റേഞ്ചിൽ ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്യാൻ. അതുപോലെ ഇപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 വോൾട്ടിൽ താഴെയാണെങ്കിൽ ഈ റേഞ്ചിൽ ഇടണം, 200 വോൾട്ടിൽ താഴെയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് കൊണ്ടുപോകണം, 1000 വോൾട്ടിന് താഴെയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ പല പല റേഞ്ച് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ. എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന മൾട്ടിമീറ്ററുകൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോൾ വരുന്ന മൾട്ടിമീറ്ററുകളെല്ലാം ഓട്ടോ റേഞ്ച് മീറ്റർ ആണ്. ഈ ഓട്ടോ റേഞ്ച് മീറ്ററുകളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. 1200 രൂപയിൽ താഴെ വരുന്ന ഒരു മൾട്ടിമീറ്റർ ആണ് ഇത്, സോയി എന്ന് പറയുന്ന ഈ കമ്പനിയുടേത്. ഈ ഒരു മോഡല് പലപ്പോഴും ഫ്ലൂക്ക് അതുപോലെ തന്നെ മെക്കോ പോലത്തെ ബ്രാൻഡുകളുടെ ഒരു ഡ്യൂപ്പായിട്ടാണ് ഇതുള്ളത്. അതിൻ്റെയൊക്കെ സെയിം കേസ് അതേപോലെ തന്നെ ബോഡിയിലാണ് വരുന്നത്. ഈ മൾട്ടിമീറ്ററിൽ നമ്മൾ ഈ വോൾട്ടേജ് റേഞ്ചിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് DC ആണ് ചെക്ക് ചെയ്യാൻ പറ്റുക. ഇതിൽ ചെറിയ DC വോൾട്ടേജ് മില്ലി വോൾട്ടിന്റെ അടുത്തുള്ള ചെറിയ വോൾട്ടേജുകൾ മില്ലി വോൾട്ട് മുതലേക്ക് 1000 വോൾട്ട് വരേക്ക് നമുക്ക് ഇതേ റേഞ്ചിൽ ഇട്ടുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാം. മീറ്ററിൽ ഒരിക്കലും നമുക്ക് റേഞ്ച് മാറ്റേണ്ടി വരുന്നില്ല. അതേസമയം AC-യിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ AC-യിലേക്ക് മാറാം. ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് ഫ്രീക്വൻസി, അടുത്തത് ഡ്യൂട്ടി സൈക്കിൾ. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ മില്ലി വോൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. AC-യിലും DC-യിലും ഉണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ മോട്ടോ റേഞ്ച് ആണ്. നമുക്ക് ഇവിടെ നേരിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് 0 ഓമിലേക്ക് അവിടെ എത്തും. ഇനി അല്ല, ഇതിന്റെ അടിയിൽ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് എത്രയാണോ അതിന്റെ വാല്യൂ അവിടെ കാണിച്ചു തന്നോളൂ. ഇനി റെസിസ്റ്റൻസ് റേഞ്ചിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബസർ മോഡ്, അതുപോലെ ഡയോഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത്രയും ഈ ഒരു ബോർഡിൽ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാൻ, കറണ്ട് ചെക്ക് ചെയ്യാൻ, മില്ലി ആംപിയർ, അത് കഴിഞ്ഞാൽ ഓഫ്. ഇത്രയാണ് ഈ ഒരു മോഡൽ മൾട്ടിമീറ്ററിൽ വരുന്നത്. കുറഞ്ഞ വിലയിലുള്ള മൾട്ടിമീറ്റർ ആണ് എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള മീറ്റർ ആണിത്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ മുഴുവനും ഇത്തരം മീറ്ററുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് സോയി ഇത്തരത്തിലുള്ള ഒരു മീറ്റർ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു മീറ്ററിനെ പരിചയപ്പെടാം.